യമനിലെ ജയിലിൽ വെച്ച് നിമിഷപ്രിയയെ അമ്മ പ്രേമകുമാരി കണ്ടപ്പോൾ അരങ്ങേറിയത് വൈകാരിക നിമിഷങ്ങൾ. 5 മണിക്കൂറോളമാണ് ജയിലിലെ പ്രത്യേക മുറിയിൽ കൂടിക്കാഴ്ച അനുവദിച്ചത്. അമ്മയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച നിമിഷപ്രിയ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് പ്രേമകുമാരിയെ ആശ്വസിപ്പിച്ചു. നിമിഷപ്രിയയുടെ മോചനം ലക്ഷ്യമിട്ട് കൊല്ലപ്പെട്ട തലാൽ അബ്ദുമഹദിയുടെ കുടുംബവുമായുള്ള ചർച്ചയാണ് ഇന്നത്തെ ലക്ഷ്യം. ഉച്ചയ്ക്ക് 12:30 മുതൽ 5:30 വരെയാണ് അധികൃതർ പ്രേമകുമാരിക്ക് സന സെൻട്രൽ ജയിലിൽ സന്ദർശനം അനുവദിച്ചത്. പർദ്ദയിട്ട് നടന്നുവരുന്ന നിമിഷപ്രിയയാണ് ജയിലിനുള്ളിൽ വെച്ച് കണ്ടത്. മകളാണ് നടന്നുവരുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. മമ്മി കരയരുതെന്ന് പറഞ്ഞ നിമിഷപ്രിയയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. നിമിഷപ്രിയ ഭക്ഷണം വായിലേക്ക് വെച്ചു തന്നു. കെട്ടിപ്പിടിച്ചു കരഞ്ഞു. മമ്മി കരയരുത്, സന്തോഷമായി ഇരിക്കണം, കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് നിമിഷപ്രിയ പറഞ്ഞുവെന്നും പ്രേമകുമാരി. പർദ്ദയൊക്കെ ഇട്ടിട്ട് അവള് എൻ്റെ മോളായിട്ട് തോന്നാത്ത രീതിയിലായിരുന്നു അവളുടെ വേഷം ധരിച്ചു വരുന്നത്. എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അവൾ മമ്മി കരയരുത്, സന്തോഷമായിട്ടിരിക്കണം, കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അവളും കരയുവാണ്. കെട്ടിപ്പിടിച്ച് ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. കല്യാണം കഴിച്ചു കൊടുത്ത പിന്നെ ഞാൻ ഇന്ന് കാണുവാണ്. കൊല്ലപ്പെട്ട തലാൽ അബ്ദുമഹദിയുടെ കുടുംബത്തെ നേരിട്ട് കണ്ട് മോചനം ലക്ഷ്യമിട്ടുള്ള ചർച്ചകളാണ് പ്രേമകുമാരിയുടെയും സാമുവൽ ജെറോമിന്റെയും അടുത്ത ലക്ഷ്യം. ഇന്നു തന്നെ തലാൽ അബ്ദുമഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്താനാണ് സംഘത്തിന്റെ ശ്രമം. തലാൽ ബ്ലഡ് മണി സ്വീകരിച്ചാൽ നിമിഷപ്രിയയുടെ മോചനമാകാമെന്നാണ് അപ്പീൽ കോടതിയുടെ വിധി. ഈ സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് സമവായ ചർച്ച നടത്തുക. 2017 ജൂൺ 25-നായിരുന്നു വധശിക്ഷാ വിധിക്ക് ആധാരമായ കൊലപാതകം. യമൻ പൗരനായ തലാൽ അബ്ദുമഹദിയെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. യമനിലെ പരമോന്നത കോടതിയായ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ കഴിഞ്ഞ നവംബറിൽ ശരിവെച്ചു. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രേമകുമാരിക്കും സംഘത്തിനും യമനിലേക്ക് യാത്ര ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചത്. റിപ്പോർട്ടർ, കൊച്ചി.